Hi dears, welcome back. This is 17th part of our online class for informatics. From previous class, we had started second module, Introduction to Hardware, and we discussed important hardware components of a computer. Now in this video, we are going to discuss major operations or functions of a computer that a hardware parts of a computer carry out. Yes, here we try to understand functions of a hardware part of a computer that are classified on the basis of its operations. Simple model of a computer. A computer is designed to perform 5 major operations or functions. As the figure in text indicates, there is 5 major operations in a computer. ടെക്സ്റ്റിലെ ചിത്രം തന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, റൈറ്റ് ഭാഗത്ത് ഔട്ട്പുട്ട്, താഴെ CPU, മുകൾ ഭാഗത്ത് സ്റ്റോറിംഗ് യൂണിറ്റ് മെമ്മറി. ഇവിടെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഇൻപുട്ട് ഡിവൈസുകളിലൂടെയാണ് ഡാറ്റകൾ കമ്പ്യൂട്ടറിനകത്ത് എൻ്റർ ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനായി ഇമേജുകൾ CD അല്ലെങ്കിൽ പെൻഡ്രൈവ് എന്ന ഇൻപുട്ട് ഡിവൈസുകളിലൂടെ കമ്പ്യൂട്ടറിനകത്തേക്ക് നാം എത്തിക്കുന്നു. അത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ഈ ഇൻപുട്ട് ഡിവൈസുകളിലൂടെ അതിലൂടെ ലഭിക്കുന്ന ഡാറ്റകൾ നേരെ ചെല്ലുന്നത് സ്റ്റോറിംഗ് യൂണിറ്റിലേക്കാണ്. അവിടെ 2 തരം സ്റ്റോറിംഗ് യൂണിറ്റ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ്, പ്രൈമറി സ്റ്റോറേജ്. ഡീറ്റെയിൽ ആയി പറയാനുള്ള ഭാഗമാണ്. അങ്ങനെ ആ സ്റ്റോറിംഗ് യൂണിറ്റിൽ നിന്ന് പിന്നീട് ഈ ഡാറ്റകൾ നേരെ ചെല്ലുന്നത് കൺട്രോൾ യൂണിറ്റിലേക്കും അതുപോലെ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്കും, അതായത് CPU-യിലേക്കാണ്. ഇവിടെയാണ് മേജർ ഓപ്പറേഷൻസ് നടക്കുന്നത്. അതായത് ഇതിലെ കൺട്രോൾ യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നും ലഭിച്ച ഇമേജുകളെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ എത്തിക്കുകയും അവിടുന്ന് വീഡിയോ ആയി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം വീണ്ടും സ്റ്റോറേജ് യൂണിറ്റിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്നു. അങ്ങനെ അത് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് എത്തുന്നു. അതായത് സ്ക്രീന്, സൗണ്ട് ബോക്സ് തുടങ്ങിയ മറ്റു ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് എത്തുന്നു. ഇതാണ് ഒരു കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന മേജർ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഹാർഡ്വെയർ പാർട്ടുകളെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് മേജർ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഇൻപുട്ട്. അതായത് ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റകൾ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിനാണ്, കടത്തിവിടുന്നതാണ് ഇൻപുട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോർ. കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കടത്തിവിടുന്ന ഡാറ്റകൾ, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻസ് അത് തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായിട്ട് സ്റ്റോറിംഗ് നടത്തുക, തുടർന്ന് അത് പെർമനന്റ് ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റോറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടറിലെ അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നടത്തുക. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള, നമുക്ക് ആവശ്യമുള്ള തരത്തിൽ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നതും ഈ പ്രോസസ്സിംഗിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഔട്ട്പുട്ട്. ഇമേജുകളായി, ടെക്സ്റ്റുകളായി, വീഡിയോകളായി, റിസൾട്ടുകളായി നമുക്ക് ലഭിക്കുന്ന ഡാറ്റകൾ ലഭിക്കുന്നതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, കൺട്രോൾ. കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാത്തരം ഓപ്പറേഷൻസും വളരെ കൃത്യമായ ടൈമിങ്ങിലൂടെ, സീക്വൻസ് ഓർഡറിലൂടെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻസ് ഒരു അല്പ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ, ഇൻപുട്ട്. Data and instructions enter a computer through an input unit in a form that depend upon the input device used. For example, data can be entered using a keyboard. A computer's memory is designed to accept input in a binary code, and hence all input device must transform input signal to binary codes. ഡാറ്റകൾ, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനകത്തേക്ക് നാം എൻ്റർ ചെയ്യിപ്പിക്കുന്നതിനെയാണ്, കടത്തിവിടുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് ഏത് തരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസാണ് നാം ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള ഡാറ്റകളായിരിക്കും അതിനുള്ളിൽ എൻ്റർ ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, കീബോർഡ് ഉപയോഗിച്ചാണ് നാം ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ടെക്സ്റ്റുകളും ക്യാരക്ടേഴ്സുമായിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് എത്തുന്നത്. സൗണ്ട് ഡാറ്റകൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. വീഡിയോ ഡാറ്റകളാണെങ്കിൽ വെബ് ക്യാംസും മറ്റു ക്യാമറകളും ഉപയോഗിച്ചുകൊണ്ട് നാം ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നു. ഇതുപോലെ പെൻഡ്രൈവ്, CD ഒക്കെ ഉപയോഗിച്ച് നാം ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നു. ഡാറ്റകൾ അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല ഇൻപുട്ട് യൂണിറ്റുകൾ ചെയ്യുന്നത്, അതോടൊപ്പം കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുള്ള തരത്തിലേക്ക്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ബൈനറി സിഗ്നൽസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്പറുകൾ രൂപത്തിലുള്ള ഡാറ്റകൾ. അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള ഡാറ്റകൾ ഇൻപുട്ട് ഡിവൈസിലൂടെ കടത്തിവിടുമ്പോഴും
അത് ബൈനറി രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് അതിൻ്റെ മെമ്മറിയിലേക്ക് ഇൻപുട്ട് ഡിവൈസുകൾ എത്തിക്കുന്നത്. In short, an input unit performs the following functions. First one, it accepts or reads instructions and data from outside the world. Using input devices like keyboard, mouse, scanners, microphone, webcams, data and information is entered into the computer. Next, second one, it converts these instructions and data in computer acceptable form. നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിന്റെ അകത്തെ മെമ്മറിയിൽ ബൈനറി രൂപത്തിലുള്ള അക്കങ്ങൾ രൂപത്തിലുള്ള ഡാറ്റകൾ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, സേവ് ചെയ്യപ്പെടുന്നത്. അതായത് ഔട്ട്സൈഡുകളിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസിലൂടെ കടത്തിവിടപ്പെടുന്ന ഡാറ്റകൾ മെമ്മറിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ബൈനറി ഡാറ്റകളാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നതും ഇൻപുട്ട് ഡിവൈസുകളാണ്. നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് സപ്ലൈസ് ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ഫർദർ പ്രോസസ്സിംഗ്. നേരത്തെ പറയപ്പെട്ടതുപോലെ ഈ കൺവേർട്ട് ഡാറ്റകൾ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി, ഫർദർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മെമ്മറിയിലോ മറ്റു കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്കും എത്തിക്കുന്നതും ഈ ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇൻപുട്ട് ഡിവൈസുകൾക്ക് ധാരാളം എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ഇമേജ് സ്കാനേഴ്സ്. ഇൻപുട്ട് ഡിവൈസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഔട്ട്പുട്ട് യൂണിറ്റ്. The output unit performs the reverse operations of that an input unit. Output system must convert binary form produced by computer to human acceptable readable form before supplying the result to the outside world. നേരത്തെ ഇൻപുട്ട് ഡിവൈസുകൾ ചെയ്തതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസുകൾ ഹ്യൂമൻ റീഡബിൾ ഫോമിൽ നിന്ന് ഡാറ്റകളെ ബൈനറി കോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ കമ്പ്യൂട്ടറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഇത്തരം ബൈനറി ഫോംസുകളെ, ബൈനറി ഡാറ്റകളെ ഹ്യൂമൻ റീഡബിൾ ഡാറ്റകളായി, അതായത് സൗണ്ട്, ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, അത്തരത്തിലുള്ള ഹ്യൂമൻ റീഡബിൾ ഡാറ്റകളാക്കി മാറ്റുന്നതും അത് ഔട്ട്സൈഡ് വേൾഡിലേക്ക്, നമ്മിലേക്ക് എത്തിക്കുന്നതും ഔട്ട്പുട്ട് ഡിവൈസുകൾ വഴിയാണ്. ഇൻ ഷോർട്ട്, ആൻ ഔട്ട്പുട്ട് യൂണിറ്റ് പെർഫോം ദ ഫോളോവിംഗ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, it accepts the result produced by the computer, which are in coded form and hence cannot be easily understood by us. കമ്പ്യൂട്ടറിനകത്ത് നിരവധി ഓപ്പറേഷൻസിന് വിധേയമായി ഔട്ട്പുട്ട് ആക്കപ്പെടുന്ന ഡാറ്റകൾ അത് ഹ്യൂമൻ റീഡബിൾ ഡാറ്റകളാകുന്നില്ല, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഡാറ്റകളാകുന്നില്ല. അതിനാൽ തന്നെ അവ ഹ്യൂമൻ റീഡബിൾ ഡാറ്റകളാക്കി, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അത്തരം ഡാറ്റകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസുകളാണ്. Second one, it convert these coded result to human acceptable readable form. ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ഈ അക്സെപ്റ്റ് ഡാറ്റകളെ കൺവേർട്ട് ചെയ്യുന്നു. തേർഡ് വൺ, ഇറ്റ് സപ്ലൈ ടു ദ കൺവേർട്ടഡ് റിസൾട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. സ്ക്രീനിലൂടെ, സൗണ്ട് സ്പീക്കറിലൂടെ, മറ്റു പ്രിന്റിംഗ് ഡിവൈസുകളിലൊക്കെ കമ്പ്യൂട്ടറിനകത്ത് തയ്യാറാക്കപ്പെടുന്ന ഇത്തരം ഹ്യൂമൻ റീഡബിൾ ഡാറ്റകളെ ഔട്ട്സൈഡ് വേൾഡിലേക്ക്, നമ്മിലേക്ക് എത്തിക്കുന്നതും ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഔട്ട്പുട്ട് ഡിവൈസുകൾക്കുള്ള എക്സാമ്പിൾസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റേഴ്സ്, സ്ക്രീൻ ഇമേജ് പ്രൊജക്ടേഴ്സ്. നെക്സ്റ്റ് തേർഡ് വൺ, മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റകൾ കീപ്പ് ചെയ്യുന്ന ഭാഗമാണ് മെമ്മറി. ഇൻപുട്ട് ഡിവൈസുകളിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്ന ഡാറ്റകളും ഇൻഫർമേഷനും കീപ്പ് ചെയ്യുന്നതും അത് ആവശ്യാനുസരണം പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നതും പ്രോസസ്സിങ്ങിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ, ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് മെമ്മറിയുടെ ഭാഗത്താണ്. അവ ടെമ്പററി ആയിട്ടും പെർമനന്റ്ലി ആയിട്ടും കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. മെമ്മറി സ്റ്റോർസ് ഫോളോവിങ് ഡാറ്റാസ് ഓർ ഇൻഫർമേഷൻസ്. താഴെ പറയുന്ന ഡാറ്റകളും ഇൻഫർമേഷനാണ് സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് വൺ, ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ് റിസീവ്ഡ് ഫ്രം ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിന്റെ ഔട്ട്സൈഡിൽ നിന്ന് ഡാറ്റകൾ ഇൻപുട്ട് ഡിവൈസുകളിലൂടെ കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിന്റെ സ്റ്റോറിംഗ് ഭാഗത്താണ്, മെമ്മറി ഭാഗത്താണ് കീപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടർ ഡാറ്റകൾ പ്രോസസ്സിങ്ങിന് വിധേയമാകുന്ന സമയത്ത് ലഭിക്കുന്ന ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ, അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന റിസൾട്ടുകൾ, അത് സ്റ്റോർ ചെയ്യപ്പെടുന്നതും മെമ്മറി ഭാഗത്താണ്. തേർഡ് വൺ, ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ ദേ ആർ റിലീസ്ഡ് ടു ഔട്ട്സൈഡ്. പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഫൈനൽ റിസൾട്ട് സ്ക്രീനിലേക്ക് എത്തുന്നതിന് മുമ്പ് മെമ്മറിയുടെ ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു.
Next, storage unit of all computers is comprised of following two types. Yes, there are two types of memory. First one, primary storage. This primary storage is known as main memory. പ്രൈമറി സ്റ്റോറേജ് മെയിൻ മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഇൻപുട്ട് ഡിവൈസുകളിലൂടെ കമ്പ്യൂട്ടറിനകത്തേക്ക് എത്തപ്പെടുന്ന പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റകൾ, അതുപോലെ പ്രോസസ്സിംഗ് സമയത്ത് ഓരോ നിമിഷങ്ങളിലും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന റിസൾട്ടുകൾ, ഡാറ്റകൾ, അതുപോലെ റീസെൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മറ്റു ഇൻഫർമേഷൻ, ഡാറ്റകൾ, ഇവയൊക്കെയാണ് പ്രൈമറി സ്റ്റോറേജിൽ കീപ്പ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്രൈമറി സ്റ്റോറേജ് ഭാഗത്ത് ഡാറ്റകൾ കീപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവ നഷ്ടപ്പെടുന്നു. അതുപോലെ വളരെ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി മാത്രമാണ് പ്രൈമറി സ്റ്റോറേജിന് ഉള്ളത്. In short, the characteristics of primary storage can be summarized as: first one, it used to hold running program instructions. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസുകളുടെ ഇൻസ്ട്രക്ഷൻസ് ടെമ്പററി ആയിട്ട് കീപ്പ് ചെയ്യപ്പെടുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. സെക്കൻഡ് വൺ, യൂസ്ഡ് ടു ഹോൾഡ് ഡാറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് റിസൾട്ട് ഓഫ് ഓൺ ഗോയിങ് പ്രോസസ്സിംഗ് ഓഫ് ജോബ്സ്. കമ്പ്യൂട്ടറുകളിൽ ആ സമയത്ത് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജോബ്സുകളുടെ, ഓപ്പറേഷൻസുകളുടെ റിസൾട്ടുകൾ, അതിൻ്റെ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ, അവയുമായി ബന്ധപ്പെട്ട ഡാറ്റകളെല്ലാം കീപ്പ് ചെയ്യുന്നതും പ്രൈമറി സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ്, തേർഡ് വൺ, ഫാസ്റ്റ് ഇൻ ഓപ്പറേഷൻ, സ്മോൾ കപ്പാസിറ്റി ആൻഡ് എക്സ്പെൻസീവ്. പ്രൈമറി സ്റ്റോറേജുകൾ ഡാറ്റകൾ, ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ കീപ്പ് ചെയ്യപ്പെടുന്നു. എന്നാൽ സ്മോൾ കപ്പാസിറ്റി, വളരെ കുറഞ്ഞ ഏരിയ മാത്രമാണ് ഡാറ്റകൾ കീപ്പ് ചെയ്യാൻ പ്രൈമറി സ്റ്റോറേജിലുള്ളത്. അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, വോളറ്റൈൽ, ലോസസ് ഡാറ്റ ഓൺ പവർ ഡിസിപ്പേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി സ്റ്റോറേജുകളിലെ ഡാറ്റ സ്റ്റോറിംഗ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. അതിനാൽ തന്നെ പവർ ഡിസിപ്പേഷൻ, പവർ നഷ്ടപ്പെടുന്ന സമയത്ത്, കമ്പ്യൂട്ടർ ഓഫാണ് സമയത്ത് അതിലെ ഡാറ്റകൾ നഷ്ടപ്പെടുന്നു. സെക്കൻഡറി സ്റ്റോറേജ്, ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ടേക്ക് കെയർ ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് സ്മോൾ കപ്പാസിറ്റി ആണെന്നും എക്സ്പെൻസീവ് ആണെന്നും വളാറ്റിൽ ആണെന്നും നാം പറഞ്ഞു. ആ ലിമിറ്റേഷൻസ് പരിഹരിക്കുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ്. കമ്പ്യൂട്ടർ റീസെറ്റ് ആകുന്ന സമയത്തോ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് പോലും കമ്പ്യൂട്ടറുകളെ, ഡാറ്റകളെ, ഇൻഫർമേഷനെ റിട്ടൈൻ ചെയ്ത് നിലനിർത്തി പെർമനൻ്റ്ലി ആയി കീപ്പ് ചെയ്യാൻ സെക്കൻഡറി സ്റ്റോറേജിന് സാധിക്കുന്നു. ഇൻ ഷോർട്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സെക്കൻഡറി സ്റ്റോറേജ് ആർ: ഫസ്റ്റ് വൺ, യൂസ്ഡ് ടു ഹോൾഡ് സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട, സ്റ്റോർ ചെയ്യപ്പെട്ട പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ്, സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ മറ്റു പ്രോഗ്രാമുകളുടെ ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം പെർമനൻ്റ്ലി കീപ്പ് ചെയ്യപ്പെടുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദി സ്റ്റോർഡ് ജോബ്സ്. പ്രോസസ്സിങ്ങിന് ശേഷമോ മറ്റോ സ്റ്റോർ ചെയ്യപ്പെടുന്ന ജോബ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, ഡാറ്റകൾ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യപ്പെടുന്നതും സെക്കൻഡറി സ്റ്റോറേജിലാണ്. സ്ലോവർ ദാൻ പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റകൾ വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഫോർത്ത് വൺ, ലാർജ് കപ്പാസിറ്റി. ആൻഡ് ഫിഫ്ത്ത് വൺ, ലോട്ട് ചീപ്പർ ദാൻ പ്രൈമറി സ്റ്റോറേജ്. റിട്ടൈൻ ഡാറ്റ ഈവൻ വിത്തൗട്ട് പവർ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫാകുന്ന സമയത്ത് പോലും ഡാറ്റകൾ പെർമനൻ്റ്ലി കീപ്പ് ചെയ്യപ്പെടുന്നതും സെക്കൻഡറി സ്റ്റോറേജിലാണ്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ, തേർഡ് ആൻഡ് ഫിഫ്ത്ത് മേജർ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ carried out here in central processing unit, CPU. That is why the CPU is called brain of the computer. And another main reason to be called brain of the computer is all major calculations and comparison are made inside CPU. CPU-ൻ്റെ അകത്താണ് കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ കാൽക്കുലേഷൻസും കമ്പാരിസണും നടക്കുന്നത്. CPU, അതിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റേജുകൾ, കമ്പോണൻസ് വളരെ ഡീറ്റെയിൽ ആയി ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. The two major structural components of CPU are arithmetic and logic unit and control unit. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റകൾ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ നടന്നാലും, സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചാലും
അത് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ നിന്ന് ആവശ്യാനുസരണം ഇൻസ്ട്രക്ഷൻസ് കിട്ടിയതിനെ കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാത്തരം അരിതമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇവ നടക്കുന്നതും ഈ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ്, അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, കമ്പാരിസൺ തുടങ്ങിയ ലോജിക്കൽ ഓപ്പറേഷൻസ് നടക്കുന്നതും അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഭാഗത്താണ്. ഡീറ്റെയിൽ ആയിട്ട് നാം ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആക്ട് ആസ് നെർവ് സെന്റർ ഓഫ് ദി കമ്പ്യൂട്ടർ ബിക്കോസ് ഇറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ എൻറ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളെ, എൻറ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ നെർവ് സെന്റർ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് ഈ ഭാഗത്തെ വിളിക്കപ്പെടുന്നത്. Control unit perform the following functions. First one, fetch the instruction from the primary memory at the location pointed to be by the program counter register. പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡാറ്റകൾ, ഇൻസ്ട്രക്ഷൻസ് ആവശ്യാനുസരണം കൊണ്ടുവന്ന് അത് എത്തിക്കേണ്ട സ്ഥലത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നാം ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ മറ്റു ഡാറ്റകൾ CD അല്ലെങ്കിൽ പെൻഡ്രൈവ് തുടങ്ങിയ ഇൻപുട്ട് ഡിവൈസുകളിലൂടെ കമ്പ്യൂട്ടർ അകത്തേക്ക് എത്തുന്നു. ഇവ നേരെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഭാഗത്താണ്. ഈ മെമ്മറി ഭാഗത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഡാറ്റകളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലേക്ക് കൃത്യമായി എത്തിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. CPU-വിന്റെ തന്നെ മറ്റൊരു ഭാഗമായ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലേക്ക് ഡാറ്റകളെ ഡീകോഡ് ചെയ്യപ്പെടുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, CPU-വിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് ആവശ്യാനുസരണം ഇൻസ്ട്രക്ഷൻസ് എത്തിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അതായത് വളരെ കൃത്യമായ ടൈമിങ്ങിലൂടെ, ഓർഡറിലൂടെയാണ് സിഗ്നൽസുകൾ ഓരോന്നോരോന്നായിട്ട് കൃത്യമായി എത്തിക്കുന്നത്. നെക്സ്റ്റ്, കൺട്രോൾസ് ഓൾ ദ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. കമ്പ്യൂട്ടറിന്റെ തന്നെ വേരിയസ് കമ്പോണൻസുകൾക്കിടയിൽ, അതായത് എക്സ്റ്റേണൽ പാർട്ടുകളായ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, അതുപോലെ മറ്റു ഇന്റേണൽ കമ്പോണൻസ്, ഇവകൾക്കിടയിൽ കൃത്യമായി ഡാറ്റകൾ വളരെ ടൈമിംഗിലി കൃത്യമായി എത്തിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. Okay, let us wind up here. Let us discuss next part in coming videos. For the further details and to clarify your doubts, you can contact me personally or by comment box. Okay, see you. Have a next day.